welcome back to EduPod. This is me, Varnita, your favorite English teacher. Yes, അപ്പം നമ്മൾ ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ എത്തിയിരിക്കുകയാണല്ലേ. ഈ 7th സ്റ്റാൻഡേർഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ യു പിയിലെ ഏറ്റവും ഹയർ ക്ലാസ് ആണല്ലേ, യു പിയിൽ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണ്. നെക്സ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ഹൈസ്കൂളിലാണ്. സോ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണിനെ വെച്ച് നോക്കുമ്പോൾ അല്ലേ, നിങ്ങൾ ഈ സ്കൂൾ ലൈഫിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ തന്നെയാണ് എന്ത്, ഈ 7th എന്ന് പറയുന്നത്. സോ നിങ്ങൾ 7th പാസ് ആവുന്ന സമയത്ത് മിക്കവാറും കേട്ടിട്ടുണ്ടാവും എന്തിനെ കുറിച്ച്, നമ്മുടെ USS കുറിച്ച് അല്ലേ. അപ്പൊ USS എന്താണ്, ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാം പഠിക്കേണ്ട വരും, എന്തോരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം അറിയേണ്ട കാര്യങ്ങൾ, USS എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും മിസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യടാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ്, എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സ്കോളർഷിപ്പ് എക്സാംസ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. പലതരത്തിലുള്ള എക്സാംസ് വരുന്നുണ്ട്, നെറ്റിക്കാർഡ് അല്ലെങ്കിൽ PCM സ്കോളർഷിപ്പ്, ഇങ്ങനെയുള്ള എക്സാംസ് ഉണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം ആയിരുന്നു LSS അല്ലേ. നമ്മൾ 4th സ്റ്റാൻഡേർഡിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു LSS. ഒരുപാട് പേര് LSS എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതിനുശേഷം ഇനി നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്ന ഒരു സ്കോളർഷിപ്പ് നമ്മുടെ USS ആണ്. സോ എന്താണ് USS എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് USS എക്സാം? USS സ്റ്റാൻഡ്സ് ഫോർ അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ്. അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു പേര്, USS എന്ന് പറഞ്ഞാൽ. ഇനി ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയുന്നത്? Students studying in class 7 in any aided government or recognized school in Kerala. അതായത് കേരളത്തിലുള്ള ഗവൺമെന്റ് എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി ആയിരിക്കണം എന്നേ ഉള്ളൂ. എന്താണ്, ഗവൺമെന്റോ അല്ലെങ്കിൽ എയ്ഡഡോ അൺഎയ്ഡഡോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന സ്കൂളിലെ കുട്ടിയൊക്കെ എന്ത് എഴുതാം, നമ്മുടെ USS എഴുതാൻ വേണ്ടി കഴിയും. Should have scored A grade in all subjects. A grade എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവണം. അത് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിന് നിർബന്ധമായിട്ടും ഓണം എക്സാമിലും A ഗ്രേഡ് നേടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഈ നമ്മുടെ 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓണം എക്സാം വരുന്നുണ്ട്, അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം വരും. സോ ഇതിലൊക്കെ തന്നെയും എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് നേടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കേട്ടോ. ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നത് ആർക്കൊക്കെ USS, ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും USS എഴുതാൻ വേണ്ടി കഴിയില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇത്രയും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുക, USS എക്സാം എഴുതാൻ വേണ്ടി കഴിയുക കേട്ടോ. എല്ലാവർക്കും എഴുതാൻ വേണ്ടി കഴിയില്ല, അത് ഓർത്ത് വെക്കുക. Then should have scored A grade. Then the headmaster of the school usually recommends the eligible students. So നമ്മുടെ ടീച്ചേഴ്സ് ചൂസ് ചെയ്യും ഏതൊക്കെ കുട്ടികളാണ് അതിൽ എലിജിബിൾ ആയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് എഴുതാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ടീച്ചേഴ്സ് സെലക്ട് ചെയ്യും. അവർ ആ പേരുകൾ നമ്മുടെ ഹെഡ് മാസ്റ്റർക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനെ ആ ഹെഡ് മാസ്റ്റർ ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ കുട്ടികളൊക്കെയാണ് USS എഴുതാൻ പ്രാപ്തരായിട്ടുള്ളവർ എന്നുള്ളത്. മസ്റ്റ് ബി എ കേരള റെസിഡന്റ്. പിന്നെ എന്താണ്, ആ കുട്ടി കേരളത്തിൽ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. ഇതൊക്കെയാണ് അതിനു വേണ്ടിയുള്ള നിബന്ധനകൾ. When is the exam conducted? Yes, അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ കേട്ടല്ലോ, ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും നമുക്ക് A ഗ്രേഡ് സ്കോർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ 7th ഇപ്പം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോരാ. ഓണം എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ മാർക്കുകൾ എന്താ പറയുക ഗ്രേഡ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ സ്കോർ ചെയ്യുക. അതിനുശേഷം ക്രിസ്മസ് എക്സാമിലേക്കും അതേപോലെ തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, ആ USSനുള്ളൊരു എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി when is the exam conducted? എപ്പോഴാണ് ഈ എക്സാം കണ്ടക്റ്റഡ് ആവുന്നത്? ഫെബ്രുവരി മാർച്ചിലാണ് എക്സാം ഉള്ളത്. നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ടൈമിലേക്കാണ് പൊതുവെ USS എക്സാം ഉണ്ടാവാറുള്ളത് കേട്ടോ. സോ യൂഷ്വലി ഹെൽഡ് ഇൻ ഫെബ്രുവരി ഓർ മാർച്ച് എവറി ഇയർ. നോട്ടിഫിക്കേഷൻ കംസ് അറൗണ്ട് ഡിസംബർ ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. പിന്നെ ഈ വർഷം നമുക്ക് എന്താ പറയുക, ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്താണ്, 2025 നോക്കണ്ട, 26 ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്ക് എക്സാം വരാൻ വേണ്ടി പോകുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് ദി എക്സാം, ഈ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അത് പറഞ്ഞുതരാം. എടാ 2 പേപ്പേഴ്സ് ആണ് ഉണ്ടാവുക കേട്ടോ. 50 മാർക്സിന്റെ 2 പേപ്പേഴ്സ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. രാവിലെ ഒരു എക്സാമും ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം എന്നുള്ള പോലെയാണ് എന്തുണ്ടാവുക, USSന്റെ പരീക്ഷ ഉണ്ടാവുക. സോ അതിൻ്റെ അകത്ത്
ഫസ്റ്റ് പേപ്പറിൽ ഫസ്റ്റ് ലാംഗ്വേജും ജനറൽ നോളജും ആണ് ഉണ്ടാവുക. അതായത് മലയാളവും പിന്നെ എന്താണ് ജനറൽ നോളജും ആണ് ഉണ്ടാവുക. അപ്പം മലയാളത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതേപോലെ തന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പറൊക്കെ നന്നായിട്ട് വായിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സിലെ ഇവൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ സ്പേസിലേക്കൊക്കെ പോകുന്ന അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, സ്പേസിൽ പോകുന്ന ചന്ദ്രയാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ പുഴകളെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ജോഗ്രഫീനെ കുറിച്ച് ഇങ്ങനെയുള്ള എന്താ പറയുക അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ മലയാളം ഉണ്ടാവും കേട്ടോ. യെസ്, കറണ്ട് അഫയേഴ്സ്, കേരള കൾച്ചറിനെ കുറിച്ച്, ഹിസ്റ്ററി, ഫേമസ് പീപ്പിൾ, നല്ല പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച്, ബേസിക് സയൻസ് ഫാക്ട്സ്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇനി പേപ്പർ 2 എന്ന് പറയുമ്പം അതിൽ മാത്സും ഇംഗ്ലീഷും ബേസിക് സയൻസും ആണ് വരുന്നത് കേട്ടോ. സോ മാത്സിൽ നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ്, അതായത് ഇപ്പം ചിലപ്പോൾ ഇങ്ങനെ റിലേഷൻഷിപ്സ് കാണിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ ഓരോ ഫിഗേഴ്സ് ഒക്കെ വരച്ചിട്ട് എന്താണ് ഇതിൻ്റെ ബാക്കിയുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ്, ബേസിക് നമ്പർ ഓപ്പറേഷൻസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ അന്നത്തെ എക്സാമിന് വരും. അതുപോലെ ഇംഗ്ലീഷിലാകുമ്പം ഗ്രാമർ, കോംപ്രഹെൻഷൻ, വൊക്കാബുലറി, അതായത് അതിനകത്തൊരു ചെറിയ പോയം നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഒരു സ്റ്റോറി തരാം. പിന്നെ എന്താ പറയുക ഫ്രേസൽ വെർബ്സ്, പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള കുറേ ഗ്രാമർ പാർട്സ് വരാം. അതായത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ വരിക കേട്ടോ. നെക്സ്റ്റ് സയൻസിലാകുമ്പോൾ 6th 7th കോൺസെപ്റ്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്തിൽ വരിക, നമ്മുടെ USSന് ചോദിക്കുക. അപ്പം സിമ്പിൾ ആണ് ആക്ച്വലി, പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് എന്താ പറയുക ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് USS എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മിസ്, ഞങ്ങൾ ഈ USS എഴുതിയിട്ട് ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? എന്താണ്? ഒരുപാട് ഗുണങ്ങളുണ്ട്. ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടക്കും, അതേപോലെ തന്നെ സ്കൂളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടക്കും, ടീച്ചേഴ്സിൻ്റെ അടക്കം ഒക്കെ നല്ലൊരു ഒരു എന്താ പറയുക ഒരു വില വരും, ഒരു വെയിറ്റ് വരും. കാരണം USS നേടിയ കുട്ടിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഗ്രാഫ് ഒന്നും കൂടെ ഒന്ന് ഉയരും. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാ വർഷവും 1500 രൂപ, 3 വർഷത്തേക്ക് നിങ്ങൾക്ക് 1500 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ പൈസ നിങ്ങൾ ചോദിക്കും, മിസ് ഇത്രയല്ലേ പൈസ ഉള്ളൂ, 1500 രൂപയുള്ളൂ. പക്ഷെ ആ പൈസേനേക്കാൾ അധികം എന്താണിടാ, USS നേടി എന്ന് പറയുമ്പം എല്ലാവരുടെ ഇടയിലും ആൾക്കാർക്ക് ഭയങ്കര നിങ്ങളടുത്ത് ഒരു എന്താ പറയുക നിങ്ങൾ ഭയങ്കര ഒരു അടിപൊളിയാണെന്നുള്ളതാണ്. ഫ്ലെക്സ് ഒക്കെ അടിക്കും, സ്കൂളിൽ മിക്കവാറും ഫ്ലെക്സ് ഒക്കെ അടിക്കും, പിന്നെ അനുമോദനമൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു എന്താ പറയുക ആൾക്കാരുടെ ഇടയിൽ ഒരു നിലയും വിലയാണ് എന്ത് USS നേടുക എന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ റെക്കഗ്നിഷൻ ആൻഡ് കോൺഫിഡൻസ് ബൂസ്റ്റ്, അതുപോലെ തന്നെ ഏർലി എക്സ്പീരിയൻസ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. മക്കളെ, നമ്മുടെ ലോകം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും കോമ്പറ്റേറ്റീവ് ആണ്. ഒരുപാട് തരത്തിലുള്ള എക്സാംസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഫ്യൂച്ചറിലും ഇതേപോലെ തന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ എഴുതാനായിട്ട് വരും. ഇനി നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ NMMS എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സാം എഴുതാനുണ്ട്. ആ NMMS എക്സാം ആയാലും അതേപോലെ അത് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് നോക്കുമ്പോൾ PSC, SSC, UPSC ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ നമുക്ക് എഴുതാനുണ്ട്. സോ ഈ എക്സാംസ് ഒക്കെ എഴുതാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുക, അല്ലെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആവുക എന്നുള്ളതൊക്കെ തന്നെയും ഈ പറഞ്ഞ USS അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. സോ ഇതിന് എൻ്റെ മക്കള് ഈ ഒരു എക്സാമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, നല്ല രീതിക്ക് തന്നെ 7th നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പോഴേ പഠിച്ചു പോവുക. ഓണത്തിനും ക്രിസ്മസ് എക്സാമിനും എന്ത് ചെയ്യുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുക. ആ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് USSന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്നിട്ട് എന്താ അത്രയും വരെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും മക്കളെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും USS കിട്ടട്ടെ എന്നുള്ളത് മിസ് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ എഡ്യൂപോർട്ടിൽ USSന്റെ ക്ലാസ്സസ് ഒക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ താഴെയുള്ള നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അവിടെ സ്ക്രോളിൽ പോകുന്ന നമ്പർ കാണുന്നില്ലേ, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. USSന്റെ കോച്ചിങ് നമ്മുടെ എഡ്യൂപോർട്ടിൽ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ വേറെ വീഡിയോസ് ആയിട്ടൊക്കെ വരും. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ആ വീഡിയോസ് ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം ചാനൽ. അപ്പോൾ അത്രയൊക്കെയുള്ള മക്കളെ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് മീ വർണിത സൈനിങ് ഓഫ്.